സർക്കാർ സ്കൂളുകൾ പൂട്ടിച്ച് പ്രൈവറ്റ് സ്കൂളുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രീനിവാസ് തിരുപ്പതി എന്ന ബിസിനസ്സുകാരൻ ബാലമുരുകൻ എന്ന മിടുക്കനായ മാത്സ് അധ്യാപകനെ ഒരു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലേക്ക് അയക്കുന്നു. അവിടെ അവൻ ബയോളജി ടീച്ചറായ മീനാക്ഷിയെ പരിചയപ്പെടുന്നു. എന്നാൽ തുടക്കത്തിൽ സ്കൂളിൽ കുട്ടികളാരും പഠിക്കാനെത്തിയിരുന്നില്ല. ഗ്രാമവാസികൾ ദാരിദ്ര്യം കാരണം കുട്ടികളെ ജോലിക്ക് അയക്കുകയായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടേ ജീവിതത്തിൽ ബഹുമാനം ലഭിക്കൂ എന്ന് ബാലമുരുകന് ഗ്രാമവാസികളെ ബോധ്യപ്പെടുത്തുകയും കുട്ടികളെ സ്കൂളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ബാലമുരുകന്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പരീക്ഷയിൽ 100% വിജയം നേടുന്നത് ബിസിനസ്സുകാരനായി ശ്രീനിവാസിനെ ചൊടിപ്പിക്കുന്നു. ഇത് തന്റെ സ്വകാര്യ സ്കൂൾ ബിസിനസിനെ ബാധിക്കുമെന്ന് അയാൾ ഭയപ്പെടുന്നു. ശ്രീനിവാസ് ബാലമുരുകനെ തടയാൻ ശ്രമിക്കുകയും അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു ചെറിയ കുടിലിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ച ബാലമുരുകനെ അയാൾ ഉപദ്രവിക്കുകയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന ബാലമുരുകൻ തന്റെ പാഠഭാഗങ്ങൾ വീഡിയോ കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. പരീക്ഷാ ദിവസം കുട്ടികളെ തടയാൻ ശ്രീനിവാസ് ഗുണ്ടകളെ അയക്കുന്നെങ്കിലും ബാലമുരുകൻ അവരെ നേരിടുന്നു. ഒടുവിൽ കാളവണ്ടികളിലായി കുട്ടികൾ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുന്നു. ഫലം വന്നപ്പോൾ എല്ലാ കുട്ടികളും സംസ്ഥാന തലത്തിൽ ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിച്ചു. ഒരു വിദ്യാർത്ഥി 1ാം റാങ്ക് കരസ്ഥമാക്കി. ഹയർ എഡ്യൂക്കേഷൻ പണമില്ലാതിരുന്ന കുട്ടികളോട് ശ്രീനിവാസന്റെ കരാറിൽ ഒപ്പിടാൻ ബാലമുരുകൻ നിർദ്ദേശിക്കുന്നു. തങ്ങളുടെ ലക്ഷ്യം ബിസിനസ് അല്ല, വിദ്യാഭ്യാസമാണെന്നും അതിലൂടെ വലിയ നിലയിലെത്തി മറ്റുള്ളവരെ സഹായിക്കണമെന്നും അവരവർ പഠിപ്പിക്കുന്നു. പ്രായമായപ്പോഴും പാവപ്പെട്ട കുട്ടികൾക്ക് ബാലമുരുകൻ വിദ്യാഭ്യാസം നൽകുകയായിരുന്നു.